ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് നിധിയുടെ അടുത്ത് സുധീഷിൻ്റെ സ്നേഹങ്ങളെല്ലാം പറയുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്. എനിക്കിഷ്ടമാണ്, അന്ന് കണ്ട നാൾ മുതൽ എനിക്കിഷ്ടമാണ്, ഐ ലവ് യു നിധി. വീട്ടിൽ നിധി ഇരിക്കുമ്പോൾ എനിക്കത് എത്രത്തോളം ഹാപ്പിയാണെന്നറിയോ. പക്ഷേ ഡിവോഴ്സിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. നിധിയെ പിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങളുടെ വീടൊരു വീടായത്. ഇതുവരെ സ്നേഹബന്ധം എന്താണെന്ന് തിരിച്ചറിയാത്തവരായിരുന്നു ഞങ്ങൾ. നിധി വന്നപ്പോഴാണ് സ്നേഹത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിധിയോട് സുധീഷ് ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് നിധി അങ്ങനെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് നിധി. കഴിഞ്ഞു, എങ്കിലും നിധിക്ക് എന്നോടിപ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടത് എനിക്ക് ദേഷ്യം വന്നിട്ട് പറയണു, നിർത്തടോ, എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തുദ്ദേശിച്ചിട്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത്. താൻ എന്താ പറഞ്ഞത്? പോലീസിനെ അറിയിക്കുന്നത് ആരാണെന്ന് അറിയില്ലാന്നോ? ഗോപി പോലീസ് തത്ത പറയുന്ന പോലെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്നത്. താൻ എന്തൊരു ഫ്രോഡാണോ? എന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെ കള്ളങ്ങളാണ് താൻ പറഞ്ഞത്? മാരേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ പ്രൂഫ് വേണമെന്ന്, പ്രൂഫില്ലാതെ എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പോലീസ് ഒപ്പിച്ചെന്നോ? തൻ്റെ ഫോണിലുണ്ടായിരുന്ന ഫോട്ടോ എടുത്തിട്ടല്ലേ കൊടുത്തത്? എന്നിട്ട് ഞാനിവിടെ ജോലിക്ക് ഹോസ്റ്റലിലും എല്ലാം അന്വേഷിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, എൻ്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എത്ര കഷ്ടപ്പെട്ടു അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ താൻ പറഞ്ഞത്? തന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നിനോ? തന്നെ കാണുമ്പോഴേ എനിക്ക് അറപ്പാണ്, പിന്നെ എങ്ങനെയാണ് ഇഷ്ടം തോന്നുന്നത്? പ്രേമമാണ് ഇത്ര പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നിധി എടുത്തെടുത്ത് പറയുന്നുണ്ട്. മാരേജിന് സൈൻ മേടിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളും മാരേജ് നടത്തിയത് തന്നെ തൻ്റെ ഗൂഢാലോചനയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല, അത് എനിക്കറിയാതെ സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് എങ്ങനെയാണ് എല്ലാം അറിഞ്ഞിട്ടും ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയാൻ കഴിയുന്നത്? താൻ എന്തൊരു ഫ്രോഡാണ്, തന്നെ എനിക്ക് എങ്ങനെ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണീ കണ്ടതും സുധീഷിനെ പറയുന്നുണ്ട് നിധി. സുധീഷ് അതൊക്കെ കേട്ടിട്ട് നിധി അങ്ങനെയല്ല, നിധി ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കരയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നിധി കാര്യമാക്കുന്നില്ല. വായിലുള്ള എല്ലാ കാര്യങ്ങളും, നടന്ന എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. ആധാറിന് വേണ്ടി അപേക്ഷിക്കാൻ പോയപ്പോൾ പഴയ പ്രൂഫുണ്ടോ എന്ന് ചോദിച്ചതും അതിനെല്ലാം ഞാൻ നടന്നതല്ലേ, എന്നിട്ടും താൻ തൻ്റെ മൊബൈലിലുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് സുധീഷ് പറയുന്നത്, എനിക്കത് മറന്നു പോയതാണ്, എൻ്റെ ഫോണിലുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നിധി പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഓർമ്മ വന്നു, പിന്നെ അത് കഴിഞ്ഞതും താനത് മറന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണി കണ്ടതും പറയുന്നുണ്ട് നിധി. തന്നെ ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പാർക്കിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും വീടെത്തി കഴിഞ്ഞതും സുഭാഷും നികേഷും ഹരീഷൊക്കെ ചോദിക്കുന്നുണ്ട്, ഇടത്തേടെ അടുത്ത് പറഞ്ഞോ, കാര്യങ്ങൾ സംസാരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല, പറഞ്ഞില്ല, പറയാനൊരു അവസരം കിട്ടിയില്ല, ഞങ്ങൾ എത്ര നേരം സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു, പിന്നെ പറയാം, അതിനെപ്പറ്റി സാഹചര്യം ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് സുധീഷിൻ്റെ ഫേസ് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് മുഖമൊക്കെ ആകെ ഇതായിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.